ഹലോ എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അറബിക്കടലിലെ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതോടു കൂടിയിട്ട് കേരളത്തിൽ ഒരുപാട് ജാഗ്രത നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു 17-ാം തീയതി വരെ ശക്തമായിട്ടുള്ള മഴയ്ക്കും ഏകദേശം 60 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കേരളത്തിലിപ്പോൾ 3 ജില്ലകളിൽ ഇതിനകം തന്നെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ 3 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഏകദേശം 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ഈ 4 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിനൊക്കെ ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഇത്തരത്തിൽ ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സുകളാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു മഴയും ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മഴക്കാറൊക്കെ വരുന്ന സമയത്ത് പുറത്ത് അലക്കിയിട്ട് നമ്മൾ അയലിലിട്ടിട്ടുണ്ടാവുന്ന തുണികളൊക്കെ എടുക്കാൻ പോകുന്നുണ്ടാവും. ഈ ഒരു സമയത്ത് ഇടിമിന്നലുന്ന സമയത്ത് നിങ്ങൾ ടെറസിലേക്കോ അല്ലെങ്കിൽ മുറ്റത്തേക്കോ ഒന്നും ഇത്തരത്തിൽ ഇറങ്ങരുത്. അതുപോലെ തന്നെ ഇടിമിന്നലുണ്ടാകുന്ന സമയത്ത് ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി കണക്ഷൻ നിങ്ങളൊന്ന് ഓഫാക്കിയിടുക. ജനലും വാതിലുകളൊക്കെ അടച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോഹവസ്തുക്കളുടെ സാമീപ്യമോ അല്ലെങ്കിൽ അതിൻ്റെ സ്പർശമോ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ടെലിഫോൺ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ജലാശയങ്ങൾ ഇറങ്ങുന്നതൊക്കെ വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഇടിമിന്നലുണ്ടാകുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. മാക്സിമം ഇൻഫർമേഷൻ ഒന്ന് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.